പ്രൈസ് ദി ലോർഡ്. ദൈവം സർവശക്തൻ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇരമ്യാവ് 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെയാകും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരിയുകയില്ല. ഈ കാലയളവിൽ പലതും കണ്ടും കേട്ടും വിശ്വാസ ജീവിതത്തിൽ പലരും നിർജീവമായി കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സാഹചര്യത്തിൽ ഒരു മടങ്ങി വരവിനായി ഒരുങ്ങുക, പരിശ്രമിക്കുക. എന്റെ മടുപ്പ്, എന്റെ ഉദാസീനത, എന്റെ വെറുപ്പ്, എന്റെ നിർജീവത്വം, ഇവയിൽ നിന്ന് ഒരു മടങ്ങിവരവ് എന്നിൽ നൽകണമേ. മടങ്ങിവരവിന് ഒരുക്കമുള്ള ഒരു ഹൃദയമാക്കി തീർക്കണമേ. പ്രാർത്ഥനയിൽ ഒരു മടങ്ങിവരവ്, ആരാധനയിൽ ഒരു മടങ്ങിവരവ്, കൂട്ടായ്മകളിൽ ഒരു മടങ്ങിവരവ്, ശുശ്രൂഷകളിൽ ഒരു മടങ്ങിവരവ് നൽകണമേ കർത്താവേ. അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിപ്പാൻ എന്നെ പ്രാപ്തനാക്കണമേ. രണ്ടു പക്ഷമായി നിൽക്കുന്നിടത്ത് ഒരു പക്ഷമായി ഞങ്ങളെ തീർക്കണമേ. ഐക്യതയിൽ ഒന്നായി തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹത്തിൽ ഒരു മടങ്ങിവരവ്, ക്ഷമയിൽ ഒരു മടങ്ങിവരവ്, വിശ്വസ്തതയിൽ ഒരു മടങ്ങിവരവ്, ഇന്ദ്രിയ ജയങ്ങളിൽ ഒരു മടങ്ങിവരവ്, അങ്ങനെ ആത്മഫലത്തിൽ ഊന്നി ഫലം കായ്ക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആ വാക്യത്തിൽ കൂടെ പ്രവാചകൻ പ്രവചിക്കുന്നത് വ്യക്തികൾ, കുടുംബങ്ങൾ, സഭകൾ, സമൂഹങ്ങൾ മടങ്ങിവരിക, ദൈവസന്നിധിയിൽ നിൽക്കുക, ഉത്തമമായത് പ്രസ്താവിക്കുക, അവിടുത്തെ വാ പോലെ ആകുക, അഥവാ ദൈവശബ്ദമായി മാറുക, ക്രിസ്തുവിൽ ഒന്നായി നിൽക്കുക. എവിടെയെല്ലാം ഒരു നിർജീവത്വം അനുഭവിക്കുന്നുവോ അവിടെ നിന്നെല്ലാം ഒരു മടങ്ങിവരവ് ആഗ്രഹിക്കുക, പ്രതീക്ഷിക്കുക. നിശ്ചയമായി ഒരു മടങ്ങിവരവിന്റെ സമയമായിരിക്കുന്നു. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.